എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തിയ വിശ്വേട്ടൻ തൻ്റെ ദേഹത്തുണ്ടായ പാടുകളെല്ലാം ഒന്നുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് വരുന്ന ശ്രീജേടികളുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുന്നു. പോലീസുകാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എന്തിനാ എന്നോട് നുണ പറഞ്ഞതെന്ന് ചോദിച്ച് ശ്രീജേടത്തി കരഞ്ഞുകൊണ്ട് വിശ്വേട്ടൻ്റെ മേത്തേക്ക് വീഴുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന വിശ്വേട്ടൻ താൻ മനഃപൂർവ്വമല്ല അങ്ങനെ പറഞ്ഞത്. വിനായകനെ തല്ലുന്നത് കണ്ടപ്പോൾ തന്നെ അച്ഛന് നെഞ്ചുവേദന വന്നു. അതുകൊണ്ടാണ് തൻ്റെ കൂടി കാര്യം താൻ ആരെയും അറിയിക്കാതിരുന്നതെന്ന് ശ്രീജേടത്തിയോടെ പറയുന്നു. ഇതേ സമയം തന്നെ നന്ദിനി വിനായകനോടെ മറ്റൊന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ എന്നാലും എന്നെ ക്ഷുദ്രജീവി എന്ന് വിളിച്ചില്ലേ? ഇത് കേൾക്കുന്ന വിനായകനാകട്ടെ നന്ദിനിയെ ദേഷ്യപിടിപ്പിക്കാൻ വേണ്ടി അത് ഇനിയെങ്കിലും നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കുമെന്ന് അവളോട് പറയുന്നു. നന്ദിനി ഇപ്പോൾ വിനായകനോടായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എനിക്ക് ഒരു സംശയമുണ്ട്. കണ്ടില്ലേ, നിങ്ങളുടെ അച്ഛനും ഇപ്പോൾ ഒരു ഗുണ്ടയെ പോലെ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി വിക്രം തിരിച്ചെത്തി കഴിയുമ്പോൾ രണ്ടുപേരൂടെ ചേർന്നായിരിക്കും ഗുണ്ടാപ്പണിക്ക് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടിയെന്ന്. ഇത്രയും പറഞ്ഞ ശേഷം നന്ദിനി ഫോൺ എടുത്ത് വേദയെ വിളിച്ച് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്നു. ഇതെല്ലാം കേട്ടപാടെ വേദയാകട്ടെ ആകെ വിഷമത്തിലാവുകയാണ്. എടുത്തി, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ഞാനാണെങ്കിൽ ദർശനെ ഫോൺ വിളിപ്പിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ദേഹോദ്രവം ഏൽപ്പിക്കുമെന്ന് ആ എസ് ഐ പറഞ്ഞതുമില്ല. നന്ദിനി ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങളെല്ലാം വേദയോട് പറയുന്നു. അടികിട്ടാനായിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും ഇനി വിനയേട്ടൻ്റെ ദേഹത്ത് ബാക്കിയില്ല. മേലാൽ ഈ കാര്യം പറഞ്ഞ് ഒരു പോലീസുകാരും ഇനി ഈ വീട്ടിൽ കയറാൻ ഇടിയുണ്ടാകരുതെന്ന് പറഞ്ഞ് വേദയോടായി ദേഷ്യപ്പെടുന്നു. ഫോൺ വെക്കുന്നതിന് മുമ്പ് അവസാനമായി നന്ദിനിയെടുത്ത് ഒരു കാര്യവും കൂടി പറഞ്ഞ് വേദയെ വിലക്കുന്നു. എന്ത് സ്വാധീനം ഉപയോഗിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, മേലാൽ പോലീസിനെ ഈ വീട്ടിൽ കയറാനായിട്ട് ഇടയാവരുതെന്ന്. അങ്ങനെ ഫോൺ വെച്ച ശേഷം വേദ ഇഷിതയെ വിളിക്കുകയാണ്. അവിടെ വിക്രമിൻ്റെ വിവരങ്ങൾ തിരക്കുന്നു. നിങ്ങൾ റെഡിയോയെന്നും എപ്പോഴാണ് ഇറങ്ങുന്നതെന്നും എല്ലാം ഇഷിതയോട് ചോദിക്കുന്നു. വീട് കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ ഇഷിത വേദയെ നന്നായി തന്നെ ഒന്ന് കളിയാക്കുന്നുണ്ട്. ദേഷ്യം വന്ന വേദ നീ എന്തായാലും ഫോൺ വിക്രമിൻ്റെ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം വിക്രമും വേദയും തമ്മിൽ സംസാരിക്കുന്നു. വിക്രം ഇപ്പോൾ വേദയോടായി ഒന്ന് ചോദിക്കുന്നുണ്ട്. ഈ റിസ്ക് കൂടി നമ്മളിപ്പോൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ കൊണ്ട് ചാടിക്കില്ലേ? മറുപടിയെ വേദ, നമ്മൾ രണ്ടുപേരും എന്തൊക്കെയായാലും ഈ ഒരു റിസ്ക് ചേർന്നെടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് അത്യാവശ്യമാണെന്നും വേദ പറയുന്നു. മാത്രമല്ല പുറത്തെ കാര്യങ്ങൾ അത്രത്തോളം വഷളായിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെയാകട്ടെ എസ് ഐ അച്ഛനെയും ചേട്ടന്മാരെയും സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരെ ഉപദ്രവിക്കുകയുണ്ടായെന്ന് വേദ വിക്രമിനെ അറിയിക്കുന്നു. അച്ഛനെന്തെങ്കിലും സംഭവിച്ചു എന്നാണ് വിക്രമിൻ്റെ വിഷമം. തൽക്കാലം അതിനെപ്പറ്റി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ വേഗം ഇങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞ് വേദ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ വേദയുടെ വീട്ടിലേക്ക് പുറപ്പെടാനായി വീടിൻ്റെ വെളിയിലെത്തിയ ശേഷം വിക്രം ഒന്ന് ഇഷിതയോടെ ആവശ്യപ്പെടുന്നു. നിൻ്റെ കാറൊന്ന് തൽക്കാലത്തേക്ക് എനിക്ക് തരാൻ കഴിയുമോ? അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോയി വരാനാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഇഷിത ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അത് പറയാൻ വിക്രം കൂട്ടാക്കുന്നില്ല. അത് തൽക്കാലം ആരോടും പറയാൻ നിവർത്തിയില്ല. എന്തിന്, വേദയോട് പോലും എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ അതിന്ന് പോയി ചെയ്തില്ലെങ്കിൽ നാളെ തൊട്ട് പലർക്കും അത് ബുദ്ധിമുട്ടായി തുടങ്ങും. ഇതേസമയം എസ് ഐയും വർഷയുടെ അച്ഛനും ചേർന്ന് വിക്രമിൻ്റെ കുടുംബത്തെ ഉപദ്രവിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ ആഘോഷത്തിലായിരുന്നു. എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നാണ് വർഷയുടെ അച്ഛൻ്റെ അഭിപ്രായം. എന്നാൽ ഇത് കേൾക്കുന്ന എസ് ഐ തൻ്റെ ജോലിക്ക് തന്നെ ആപത്തായ ഒരു കാര്യത്തിനാണ് ഞാനിപ്പോൾ കൂട്ടുനിന്നിരിക്കുന്നത്. അവരെങ്ങാനും പരാതിയുമായി മുകളിലെ ഏതെങ്കിലും ഓഫീസർമാരെ കാണുകയോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ തൊപ്പി തെറിക്കുന്ന കേസാണെന്നാണ് എസ് ഐ പറയുന്നത്. കേൾക്കുന്ന വർഷയുടെ അച്ഛനാകട്ടെ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നും മാത്രമല്ല ഇങ്ങനെ തങ്ങൾക്ക് ഗുണപരമായ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് അതിന് വേണ്ടുന്ന പ്രതിഫലം നിങ്ങളെ തേടി എത്തുമെന്നും എസ് ഐയോടായി ഉറപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ വിക്രമാകട്ടെ എസ് ഐ വരുന്നതും കാലത്ത് റോഡിൽ ഒരു വഴിവക്കിലിരിക്കുകയാണ്. എസ് ഐക്ക് വേണ്ടി ഒരു കെണിയും വിക്രം ഒരുക്കിയിട്ടുണ്ട്. എസ് ഐ വന്ന പാടെ ബൈക്കിൽ നിന്ന് അയാൾ വീഴാൻ തക്കത്തിന് ഒരു കമ്പി വലിച്ചു കിട്ടുന്നു. എസ് ഐ ആ കമ്പിയുടെ അടുത്തെത്തിയെന്ന് ഉറപ്പായപ്പോൾ വിക്രം ആ കമ്പി ഉയർത്തുന്നു. അങ്ങനെ ബൈക്കിൽ നിന്ന് എസ് ഐ താഴെ വീഴുന്നു. ഈ സമയം ഒട്ടും പാഴാക്കാതെ വിക്രം അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ നല്ലപോലെ ഉപദ്രവിക്കുന്നു. തനിക്ക് അപകടമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും തൽക്കാലം ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയും ഒരു ഷോൾ ഉപയോഗിച്ച് മുഖം മുഴുവൻ കവർ ചെയ്താണ് വിക്രം എസ് ഐനെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ആരാണിതെന്ന് എസ് ഐക്ക് മനസ്സിലാകുന്നില്ല. ശേഷം വിക്രമാണിതെന്ന് തിരിച്ചറിയുന്ന എസ് ഐ തിരിച്ച് വിക്രമിനെ ഉപദ്രവിക്കുന്നു. വിക്രം തൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പരമാവധി ചെയ്യാവുന്നതത്രയും എസ് ഐ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും ഉപദ്രവിച്ചതിൻ്റെ പ്രതികാരം തീർക്കാനായി എസ് ഐയുടെ കാല് രണ്ടും വിക്രം തല്ലി ഒടിക്കുന്നു. അതിനുശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇഷിതയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി വേദ പറഞ്ഞ സമയത്ത് വേദയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. ഇപ്പോൾ വേദ അവരെയും കാത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.